10ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പല മത്സരാർത്ഥികളും ഇപ്പോൾ വലിയ ഫൈറ്റിന് വേണ്ടി അംഗം കുറിച്ചിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് അനുമോൾ ലക്ഷ്മിക്കെതിരെ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അനുമോളാണ് ആദ്യം അംഗം കുറിച്ചിരിക്കുന്നത്. അനുമോൾ ലക്ഷ്മിയോട് പറഞ്ഞ്, ലക്ഷ്മി എന്നെ ഗെയിം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട, എനിക്കറിയാം ഏത് രീതിയിൽ ഗെയിം കളിക്കണമെന്ന്, അതുകൊണ്ട് ലക്ഷ്മിയുടെ ക്ലാസ് ഒന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് ലക്ഷ്മിക്കെതിരെ പറഞ്ഞിരിക്കുകയാണ്. ലക്ഷ്മി ഷാനവാസിനെതിരെയാണ് അംഗം കുറിച്ചിരിക്കുന്നത്. ഷാനവാസിൻ്റെ എടി പൊടി വിളി നിർത്തിക്കൊളന്ന്. അതേപോലെ തന്നെ ബിന്നി ഷാനവാസിനെതിരെ വലിയൊരു അംഗം കുറിച്ചിരിക്കുകയാണ്. ഷാനവാസ് പ്രത്യേകിച്ച് ഇനി ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് അക്ബറിനെയും ലക്ഷ്മിയെയും അതേപോലെ തന്നെ ബിന്നിയെയും ഒക്കെ തന്നെയായിരിക്കും. ആദിലേനെ കുറച്ചൊന്ന് ഷാനവാസ് പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെന്താണ് ഷാനവാസിൻ്റെ അതിലെ ഗെയിമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നീട് അക്ബർ അതേപോലെ തന്നെ ആര്യനെ കൂട്ടുപിടിച്ച് മെല്ലനെ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ മെല്ലനെ അക്ബർ അങ്ങ് മുന്നോട്ട് പോകും. ആദില നൂറ ഒരു സേഫായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള, വലിയ വഴക്കിലേക്കൊന്നും പോകാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. നെവിൻ പഴയ പോലെ തന്നെ തമാശയൊക്കെ പറഞ്ഞ് ആരെയും ഒരു ഭയമില്ലാതെ ഞാൻ സേഫായിരിക്കും എന്നുള്ള ഓവർ കോൺഫിഡൻസോട് കൂടി മുന്നോട്ടാണ് പോകാനുള്ളത്. അനീഷ് തൻ്റെ ഞാൻ ഒറ്റയ്ക്കാണ്, സ്വതന്ത്രനായിട്ടാണ് കളിക്കുന്നത്, തൻ്റെ അഭിപ്രായങ്ങൾ മറ്റാർക്കും അടിയറ വെച്ചതല്ല എന്ന് പറഞ്ഞുള്ള ഒരു ഗെയിമിങ്ങിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടി മുന്നോട്ട് പോകും. ഫൈറ്റ് നടക്കാൻ പോകുന്നതിന് ലക്ഷ്മിയും അനുമോളും തമ്മിലായിരിക്കും. അതേപോലെ തന്നെ ലക്ഷ്മിയും ഷാനവാസും തമ്മിലായിരിക്കും. അത് ഷാനവാസും ബിന്നിയും തമ്മിലായിരിക്കും. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും. അത്രത്തോളം വഴക്ക് നടക്കും. എന്തായാലും അനുമോളും ലക്ഷ്മിയും ഒരു വഴക്ക് നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനുമോൾ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്.